പയ്യന്നൂരിലെ അനിലയുടെ കൊലപാതകം ദുരിതത്തിലാക്കിയത് വിമുക്ത ഭടന്റെ കുടുംബത്തെ. വിശ്വസിച്ച് വീടു നോക്കാൻ ഏൽപ്പിച്ച അടുത്ത പരിചയക്കാരൻ സുദർശൻ പ്രസാദ് എന്ന ഷിജു ഇങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്യുമെന്ന് അന്നൂർ കൊരവയലിലെ ജിറ്റി ജോസഫ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. കുറ്റൂർ സ്വദേശിയായ ജിറ്റി പട്ടാളത്തിലായിരുന്നു. വിരമിക്കുമ്പോൾ ലഭിച്ച പണം കൊണ്ടാണ് വീട് വെച്ചത്. കോവിഡിന് തൊട്ടു മുൻപാണ് താമസം മാറ്റിയത്. ജിറ്റിയുടെ തറവാട് വീടിന് സമീപം താമസിക്കുന്ന സുദർശൻ പ്രസാദ് എന്ന ഷിജുവുമായി പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധമാണുള്ളത്. നേരത്തെയും ദീർഘകാല യാത്രാവേളകളിൽ വീടിന്റെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കാറുണ്ടായിരുന്നു. വില കൂടിയ ഇനത്തിലുള്ള പട്ടികൾ ഉള്ളതുകൊണ്ട് അതിന് ഭക്ഷണം കൊടുക്കലായിരുന്നു മുഖ്യമായി ചെയ്യേണ്ടിയിരുന്നത്. ഇത്തവണ വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച ക്രൂയിസ് യാത്രയിൽ പങ്കെടുക്കാൻ കുടുംബസമേതം മുംബൈയിലേക്ക് പോകുമ്പോൾ വീട് നോക്കാനും പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുമൊക്കെ ഷിജുവിനെ പതിവ് പോലെ ഏൽപ്പിക്കുകയായിരുന്നു. ആ വീട്ടിലേക്കാണ് അനിലയെ കൂട്ടിക്കൊണ്ടുവന്ന് ഇയാൾ ക്രൂരകൃത്യം നടത്തിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഞായറാഴ്ച രാവിലെ 8:30 വീട്ടിലേക്ക് പോലീസ് വാഹനം ഇരച്ച് എത്തിയപ്പോഴാണ് നാട്ടുകാർ സംഭവം അറിയുന്നത്. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയും ഷിജുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് ജിറ്റി സഹോദരനെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. സഹോദരൻ അയച്ച പ്രദേശവാസിയാണ് കൊല നടന്ന വിവരം ആദ്യം അറിയുന്നത്. തുറന്നിട്ട ജനൽപ്പാളികൾക്കിടയിൽ ഇയാൾ നോക്കിയപ്പോൾ അനില തറയിൽ കിടന്ന നിലയിലായിരുന്നു. ഇതേ തുടർന്ന് പോലീസിനെയും ജിറ്റിയുടെ സഹോദരനെയും വിവരമറിയിച്ചു. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ അനിലയുടെ മൂക്കിൽ നിന്നും കുമിളകൾ വരുന്ന നിലയിലും കൺതടത്തിന് താഴെ ചോരയൊഴുകുന്ന നിലയിലും മലർന്നു കിടക്കുന്നതുമായാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ മുഖം ഷോൾ കൊണ്ട് മറച്ച നിലയിലായിരുന്നു. കപ്പൽ യാത്രയായതിനാൽ 2 ദിവസം കഴിഞ്ഞ് വീട്ടുടമയായ ജിറ്റിക്ക് നാട്ടിൽ എത്താൻ കഴിയുകയുള്ളൂ. വിനോദയാത്ര ആസ്വദിക്കാനാവാതെയാണ് ഇവരുടെ മടക്കം. ഏറെ ആഗ്രഹിച്ച് നിർമ്മിച്ച വീടിനകത്ത് നടന്ന കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് ഈ കുടുംബം. പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടർ ജിവിൻ ജോർജിന്റെ നേതൃത്വത്തിൽ വീട് ബന്ദോബസ്ത് ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ഒരു കൊലപാതകം കാരണം പെരുവഴിയിലായിരിക്കുകയാണ് ജിറ്റി എന്ന വിമുക്ത ഭടന്റെ കുടുംബം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്.